ഹെജിയെ ക്രൂരമായി കുത്തിക്കൊന്ന ശേഷം ഹോസെ യാങ്റാനെയും കൊല്ലാൻ ശ്രമിക്കുന്നതോടെയാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. എന്നാൽ അതേസമയം ഡോങ്മിൻ അവളുടെ വീട്ടിലേക്ക് കയറി അവനോട് ശക്തമായി പോരാടുകയാണ്. അതിനിടെ പോലീസ് എത്തുന്നത് കേട്ടതുകൊണ്ട് തന്നെ ഡോങ്മിന്നിനെ അടിച്ചിട്ട് ഹോസെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. ഹെജിയെ രക്ഷിക്കേണ്ടത് തന്നെയാണ് ആദ്യത്തെ കാര്യം എന്നുള്ളത് കൊണ്ട് തന്നെ ഡോങ്മിൻ അവനെ പിടിക്കാൻ പോകുന്നില്ല. സംഭവത്തെക്കുറിച്ചറിഞ്ഞ് ഗ്രാമത്തിൽ എല്ലാവരുടെ ഉള്ളിലും ഭയം പരക്കുകയും ഇരുവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു. ആശുപത്രിയിലെത്തി യാങ്റാന് ബോധം വന്നപ്പോൾ അവൾ ലീ ഡോണോട് മച്ചാങ്ങിൽ തുടരുന്നത് ഇനി സാധ്യമല്ലെന്നും കൂടെ ഹെജിയെ സിയോളിലെ നല്ല ഹോസ്പിറ്റലിലേക്ക് മാറ്റാനും നിർദ്ദേശിക്കുന്നു. അവൾ ഉടൻ ഗാമാൻഷിലേക്ക് പുറപ്പെടുന്നു. പോകുന്നതിന് മുൻപ് ജുവോണിനെ കണ്ട് യാത്ര പറയുകയാണ്. എന്നും ഓർക്കാനായി അവൻ അവൾക്കൊരു ബാൻഡ് ഉണ്ടാക്കി നൽകുന്നുണ്ട്. സിയോളിൽ എത്തിയ ശേഷം യാങ്റാൻ ഒരു പത്രസമ്മേളനം സംഘടിപ്പിച്ച് നേരിട്ട് സൺയോങ്ങിനെതിരെ വെല്ലുവിളിക്കാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ അത് റിസ്ക് ആണെന്ന് ലീഡോൺ പറയുന്നുണ്ടെങ്കിലും യാങ്റാൻ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ആ സമയം ലീഡോണിനോട് സൺവൂവിന്റെ കയ്യിലുള്ള വീഡിയോ കണ്ടെത്താൻ ആവശ്യപ്പെടുകയാണ് യാങ്റാൻ. ആ തെളിവ് ലഭിച്ചാൽ മാത്രമേ സൺയോങ്ങിനെ കൊടുക്കാൻ സാധിക്കൂ. അപകടകരമായ ഈ പദ്ധതിക്ക് പ്ലാൻ ചെയ്ത ശേഷം യാങ്റാൻ തന്റെ മുഖം ലോകത്തിന് വെളിപ്പെടുത്തുകയും കമ്പനി നടത്തിപ്പിൽ സൺവൂവിനും സൺയോങ്ങിനും അധികാരം ലഭിക്കാതിരിക്കാൻ താൻ ഏതറ്റം വരെയും ശ്രമിക്കുന്നുവെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പത്രസമ്മേളനം കാണുന്ന മച്ചാങ്ങിലെ ഗ്രാമവാസികൾ അവരുടെ പ്രിയപ്പെട്ട അധ്യാപികയായ ബുസമിയെ നഷ്ടപ്പെട്ടതിൽ ദുഃഖിതരാണ്. അവൾ പറ്റിച്ചുവെന്നറിഞ്ഞിട്ട് പോലും അവളോട് അവർക്ക് ദേഷ്യം തോന്നുന്നുമില്ല. പത്രസമ്മേളനത്തിൽ അവളുടെ പ്രസ്താവനകൾ പലരെയും അതിശയിപ്പിച്ചെങ്കിലും പൊതുവെ ജനങ്ങളുടെ പ്രതികരണം അവൾക്ക് അനുകൂലമായിരുന്നു. അതേസമയം കിങ് ഗ്യോബോങ് എന്ന പേരിലുള്ള ഒരു അന്യനായ വ്യക്തി ലിഫ്റ്റിൽ സൺയോങ്ങിനെ കുത്തുകയും ഇതോടെ പത്രസമ്മേളനത്തിൽ അത് യാങ്റാൻ ഏർപ്പാടാക്കിയ ആളാണോ എന്ന് എല്ലാവരും സംശയിക്കുകയും ചെയ്യുന്നു. കാരണം കുറച്ചു മുന്നേ താൻ ഏതറ്റം വരെയും പോകുമെന്ന് യാങ്റാൻ പറഞ്ഞിരുന്നല്ലോ. ആക്രമണത്തിന് ശേഷം പ്രതി പോലീസിൽ നേരിട്ട് ചെന്ന് യാങ്റാൻ തന്നെയാണ് തനിക്ക് സൺയോങ്ങിനെ കൊല്ലാൻ പണം കൊടുത്തതെന്ന് സമ്മതിക്കുന്നു. എന്നാൽ നമുക്കുറപ്പാണ് യാങ്റാൻ അത് ചെയ്യില്ല എന്ന്. ഇതിനെ തുടർന്ന് ലീഡോൺ യാങ്റാനെ കുറ്റപ്പെടുത്തുകയാണ്. കാരണം യാങ്റാനാണ് മരിച്ച സിഇഒയുടെ വൈഫ് എന്ന് സൺയോങ്ങിനും സൺവൂവിനും ഒഴികെ മറ്റാർക്കും അറിയുമായിരുന്നില്ല. ഈ പത്രസമ്മേളനത്തോടെയാണ് ബുസമി യാങ്റാനാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നത്. അങ്ങനെ യാങ്റാന്റെയും അമ്മയുടെയും പഴയ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും ചർച്ചയാക്കുകയും അവൾ സിഇഒയെ പറ്റിച്ചു ഈ സ്വത്തുക്കൾ എഴുതി വാങ്ങിയതാണെന്നും ന്യൂസുകൾ വരുന്നു. കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുമ്പോൾ ഡോങ്മിൻ യാങ്റാനെ കാണാൻ തീരുമാനിക്കുന്നുണ്ട്. അതേസമയം സൺയോങ്ങിന്റെ ഉത്തരവനുസരിച്ച് യാങ്റാന്റെ അമ്മയായ സോയോങ് ആണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് മനസ്സിലാകും. അന്ന് രാത്രി ലീഡോൺ സൺയോങ്ങിനെ കാണുന്നു. ലീഡോൺ യാങ്റാനെ സഹായിക്കുന്നുവെങ്കിൽ സഹോദരിയായ മീസോണിനെ ജയിലിലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പറയുകയാണ് സൺയോങ്. അതിന് പകരമായി പണം നൽകാമെന്ന് പറയുകയാണ് സൺയോങ്. സീൻ കട്ടായാൽ വീട്ടിൽ ഡോങ്മിൻ യാങ്റാനെ കാണാൻ വന്നിരിക്കുകയാണ്. അവൻ അവളെ ഒരുപാട് മിസ് ചെയ്തെന്ന് പറയുന്നു. മച്ചാനിൽ കണ്ട ബുസമി ഇനിയില്ലെന്നും അധികാരം നേടാൻ എന്തും ചെയ്യുന്ന യാങ്റാൻ മാത്രമാണ് താനെന്നും പറഞ്ഞ് അവന്റെ അടുത്ത് നിന്നും പോകുകയാണ് അവൾ. അവളുടെ വാക്കുകൾ ഡോങ്മിന്നിനെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. ഡോങ്മിന്നിനോട് അങ്ങനെ പറഞ്ഞ സങ്കടത്തിൽ കരയുകയാണ് യാങ്റാൻ. കാരണം അവൾക്ക് അവനെ ഇഷ്ടമായിരുന്നു. മാനസികമായി തകർന്ന യാങ്റാനെ സുഹൃത്തായ ബ്യൂലിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവളെ ലീഡോൺ ആണ് ഇങ്ങോട്ട് യാങ്റാന് കൂട്ടായി കൊണ്ടുവന്നത്. പിറ്റേ ദിവസം പോലീസ് സൺയോങ്ങിനെ ആക്രമിക്കാൻ ആളെ വിട്ടത് യാങ്റാൻ ആണെന്ന് പ്രതി പറഞ്ഞതുകൊണ്ട് തന്നെ അവളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയാണ്. ലീഡോണിനെ കാണാനില്ലാത്തതിനാൽ എല്ലാവരും പേടിക്കുന്നു. ബ്യൂലിനെ എത്ര വിളിച്ചിട്ടും ലീഡോണിനെ കണക്റ്റ് ആകുന്നില്ല. കാരണം സൺയോങ്ങിന്റെ നിർദ്ദേശപ്രകാരം ലീഡോണിനെ ഗുണ്ടകൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഭാഗ്യവശാൽ ലീഡോൺ തട്ടിക്കൊണ്ടു വന്നിടത്തു നിന്നും രക്ഷപ്പെട്ട് യാങ്റാനെ കാണാൻ പോകുന്നു. അതേസമയം യാങ്റാൻ സൺയോങ്ങിനെ കൊല്ലാൻ ഏർപ്പാടാക്കിയ ആൾ തൻ്റെ അമ്മയുടെ ക്രൂരനായ കാമുകനാണെന്ന് തിരിച്ചറിയുന്നു. അയാൾ പണ്ട് യാങ്റാനെ ഒരുപാട് ഉപദ്രവിക്കാൻ ശ്രമിച്ച ആളാണ്. അയാളെ കാണുമ്പോൾ അവൾക്ക് പഴയ ഓർമ്മകൾ വരികയാണ്. പോലീസ് കുറ്റം യാങ്റാന്റെ മേൽ ചുമത്താൻ ശ്രമിച്ചിട്ടും അവൾ ഉറച്ച നിലപാട് എടുക്കുന്നു. ഗ്യോബോങ്ങിനെ നേരിട്ട് യാങ്റാന്റെ സ്വന്തം അമ്മ തന്നെ തനിക്കെതിരെ കുത്താൻ അവനെ നിയോഗിച്ചതായി സമ്മതിക്കുന്ന റെക്കോർഡിംഗ് പോലീസുകാർക്ക് തെളിവായി നൽകുകയാണ് അവൾ. തെളിവ് സമർപ്പിച്ചതുകൊണ്ട് തന്നെ അവൾ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങുന്നു. അതേസമയം സൺവു യാങ്റാനെ കാണണമോ എന്ന് ചിന്തിക്കുകയാണ്. കാരണം അവന് ഈ നാട് വിടണമെങ്കിൽ ഇനി യാങ്റാൻ അവനെ രക്ഷിച്ചേ മതിയാകും. അല്ലെങ്കിൽ സ്വന്തം ചേച്ചി സൺയോങ് അവനെ ഇല്ലാതാക്കും എന്ന് അവന് ഉറപ്പുണ്ട്. കാരണം സൺയോങ്ങിനെ കുറിച്ചുള്ള തെളിവ് അവന്റെ കയ്യിലുണ്ടല്ലോ. മറ്റിടത്ത് യാങ്റാനെ കാണാൻ വരുന്ന ഡോങ്മിൻ സൺയോങ്ങിനും ഹോസയ്ക്കും ഇടയിലുള്ള ബന്ധം കണ്ടെത്തുന്നു.
യങ്റാനിനെ കൊല്ലാൻ ഹോസയെ വിട്ടത് സൺയോങ് ആണെന്ന് മനസ്സിലാകുന്നു. സൺവു യങ്റാനെ ബന്ധപ്പെടുകയും രാത്രി കാണാമെന്ന് പറയുകയും ചെയ്യുന്നു. തെളിവ് നൽകുന്നതിന് പകരമായി നല്ലൊരു തുക അവൻ ആവശ്യപ്പെടുമ്പോൾ യങ്റാൻ അത് സമ്മതിക്കുന്നുണ്ട്. ഡോങ്മിൻ ഹോസയുടെ പഴയ ജീവിതം അന്വേഷിക്കുന്നു. അതേസമയം സൺയോങ് ഹോസയോട് സ്വന്തം സഹോദരനായ സൺവുവിനെ കൊല്ലാൻ ഉത്തരവിടുന്നു. സൺയോങ് നാട് കടക്കാനായി തുറമുഖത്തുണ്ടെന്നറിഞ്ഞ് ഹോസെ അവിടെ എത്തുകയും അവനെ പിന്തുടർന്ന് ഡോങ്മിന്നും എത്തുന്നു. എന്നാൽ ഇതേ സമയം തന്നെ തെളിവ് വാങ്ങാനായി പണവുമായി യങ്റാനും ലീഡോണും അവിടെ എത്തിയിരുന്നു. യങ്റാൻ പണവുമായി സൺവുവിനെ കാണാൻ പോകുമ്പോൾ ഡോങ്മിൻ ലീഡോണിനെ വിളിച്ചു ഹോസെ തുറമുഖത്തെത്തിയ കാര്യം അറിയിക്കുന്നു. അപ്പോൾ തന്നെ രണ്ടുപേർക്കും അപകടം മനസ്സിലാക്കുകയും യങ്റാനെ രക്ഷിക്കാൻ ഓടുകയാണ് അവർ. യങ്റാനും സൺവുവുമായുള്ള കൂടിക്കാഴ്ചക്കിടയിൽ ഹോസെ സൺവുവിനെ വെടിവെച്ച് കൊല്ലുകയാണ്. തെളിവെടുക്കാൻ യങ്റാന് സാധിക്കുന്നതിന് മുന്നേ ഹോസെ അവിടെ എത്തുകയാണ്. അവൻ തെളിവ് ചവിട്ടി നാശമാക്കുന്നു. യങ്റാനും അവനുമായി അവിടെ ഫൈറ്റ് നടക്കുമ്പോൾ യങ്റാന്റെ കയ്യിലുള്ള ഗൺ ഉപയോഗിച്ച് സ്വയം മരിക്കുകയാണ് ഹോസെ. അപ്പോഴേക്കും യങ്റാനെ കൊടുക്കാൻ ആയി സൺയോങ് അങ്ങോട്ട് പോലീസിനെ അറിയിച്ചിരുന്നു. ഈ സമയം ഡോങ്മിന്നും ലീഡോണും അവിടെ എത്തുകയാണ്. പോലീസ് എത്തിയാൽ ചെയ്യാത്ത കുറ്റത്തിന് യങ്റാനെ അവർ അറസ്റ്റ് ചെയ്യും. എന്നാൽ അത് പാടില്ല. ലീഡോൺ കുറ്റം ഏറ്റെടുക്കാൻ എന്ന് വെച്ചാൽ യങ്റാനെ രക്ഷിക്കാനും മറ്റു കാര്യങ്ങൾക്കും ലീഡോൺ പുറത്തു വേണം. അങ്ങനെ യങ്റാനെ രക്ഷിക്കാൻ ആ കുറ്റം സ്വയം ഏറ്റെടുക്കുകയാണ് ഡോങ്മിൻ. യങ്റാൻ അതിന് സമ്മതിക്കുന്നില്ല. എങ്കിലും ഡോങ്മിന്നിനെ ഞാൻ രക്ഷിക്കുമെന്ന ലീഡോണിന്റെ ഉറപ്പിൽ യങ്റാൻ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ഡോങ്മിന്നിനെ അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. വീട്ടിലെത്തിയ ശേഷം സൺയോങ് യങ്റാനെ വിളിച്ച് ഡോങ്മിന്നിനെയും ജുവോണിനെയും ഇല്ലാതാക്കണ്ട എങ്കിൽ സ്വയം കുറ്റമേറ്റെടുക്കാൻ പറയുകയാണ്. ഒന്നില്ലെങ്കിൽ നിയമത്തിന് ഡോങ്മിന്നിനെ ഇട്ടുകൊടുക്കണം, അല്ലെങ്കിൽ എല്ലാം തുടങ്ങി വെച്ച യങ്റാൻ തന്നെ ഇതെല്ലാം അവസാനിപ്പിക്കണം. അവസാനം സ്വയം മരിക്കാൻ തയ്യാറാകുകയാണ് യങ്റാൻ. അവൾ മരിച്ചാൽ ഡോങ്മിന് കേസിൽ നിന്നും രക്ഷപ്പെടും. ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് സ്വയം മരിക്കാൻ തയ്യാറായിരിക്കുന്ന യങ്റാനെ ഞെട്ടിച്ചുകൊണ്ട് നീ ഇത്രയൊക്കെ ചെയ്തത് ഒന്നും നേടാതെ മരിക്കാൻ ആണോ എന്ന് ചോദിച്ച് അടുത്തേക്ക് വരുന്ന സിഇഒയെ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്.